നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനൊക്കെ പോയി പല ഉൽപ്പന്നങ്ങളും പുറത്തിറക്കിയ നമ്മുടെ ശ്വാസം പിടുത്ത സ്വാമി രാംദേവിന് അടുത്ത കുരുക്ക്. അത് വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വെജിറ്റേറിയൻ എന്ന പേരിൽ വിൽക്കുന്നതിൽ മത്സ്യത്തിൻ്റെ ഘടകങ്ങളുണ്ടെന്നും അത് തൻ്റെ വിശ്വാസത്തെ ഹനിച്ചു എന്നും തന്നെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പുതിയ ആൾ. ഏതാനും നാളുകൾക്ക് മുമ്പ് കോടതിയിൽ അഭ്യാസം കാണിച്ചതിന് വിളിച്ചു വരുത്തി ഏത്തമിടിയിച്ചതാണ് ഈ ശ്വാസം പിടുത്ത സ്വാമിയായ രാംദേവിനെ. ഇത് പുതിയ കൗതുകകരമായ കാര്യമാണ്. നമ്മുടെ ശ്വാസം പിടുത്ത സ്വാമി യോഗയൊക്കെയായാണ് രംഗത്ത് വന്നതെങ്കിലും വളരെ പെട്ടെന്ന് പതാഞ്ജലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡുമായി രംഗത്ത് വരികയും കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സഹായവും സ്വാമിക്ക് ലഭിക്കാൻ തുടങ്ങിയതോടുകൂടി സ്വാമി പരശത കോടീശ്വരനായി മാറുകയും രാജ്യമൊട്ടാകെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുടെ ഔട്ട്ലെറ്റ് തുടങ്ങുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം പുറത്തിറക്കിയ ഒരു ഉൽപ്പന്നമാണ് ദിവ്യമഞ്ജൻ. ദിവ്യമഞ്ജൻ എന്ന് പറയുന്നത് ഒരു പ്യുവർ വെജിറ്റേറിയൻ ഉൽപ്പന്നമാണ്, ടൂത്ത് പൗഡറാണ്. അതുപയോഗിച്ച് പല്ല് തേച്ചാൽ ഈ പറയുന്ന വെജിറ്റേറിയൻ ഘടകങ്ങൾ മാത്രമുള്ളതുകൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണെന്നും പിന്നെ നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള ഈ പണ്ട് ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കി കൊടുത്തിട്ട് പോയ ലേബലായ വെജിറ്റേറിയൻ ഒരു മതചിഹ്നവും കൂടി ആകുന്നതോടുകൂടി ആ ടാർഗറ്റ് കമ്മ്യൂണിറ്റിയെ ലക്ഷ്യമാക്കിയാണ് ഈ ദിവ്യമഞ്ജൻ എന്ന് പറയുന്ന ഈ സംഗതി പുറത്തിറക്കിയത്. ബാക്കിയുള്ളതിലെല്ലാം പലതരം കൊഴുപ്പുകളുണ്ടെന്നും എന്നാൽ ഇത് പൂർണ്ണമായും അങ്ങനെയുള്ളതല്ല എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി പരശതം കോടികൾക്ക് ശ്വാസം പിടുത്ത സ്വാമി ഈ സാധനം വിറ്റു. ആ വിറ്റ സംഗതിയിൽ സമുദ്രഫൻ എന്ന് പറയുന്ന ഒരു മീനിൻ്റെ അംശങ്ങളടങ്ങിയ വസ്തു ഇതിൽ ചേർത്തിട്ടുണ്ടെന്നുള്ളതാണ് പരാതിക്കാരൻ്റെ പ്രധാന പരാതി. അതിൻ്റെ വിവരങ്ങളൊക്കെയും അദ്ദേഹം ശേഖരിച്ചുകൊണ്ടാണ് കോടതിയിൽ പോയത്. മത്സ്യത്തിൻ്റെ ഘടകങ്ങൾ ചേരുന്നതോടുകൂടി അതിൻ്റെ വെജിറ്റേറിയൻ ഭാവം നഷ്ടപ്പെടുന്നു. എന്നാൽ വെജിറ്റേറിയൻ എന്ന പേരിൽ മുദ്ര പതിപ്പിച്ചാണ് ഈ ദിവ്യമഞ്ജൻ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിവ്യമഞ്ജൻ എന്ന പേരിൽ ഇതൊരു വെജിറ്റേറിയൻ പ്രോഡക്റ്റായി വിൽക്കുന്നത് കബളിപ്പിക്കലാണെന്നും എന്ന് മാത്രമല്ല, ഒരു വെജിറ്റേറിയൻ തൻ്റെ ആരാധനയുടെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായി അനുഷ്ഠിച്ചു പോരുന്ന ഞാൻ ഇത് വാങ്ങി പല്ല് തേച്ചതിലൂടെ എൻ്റെ വിശ്വാസത്തെയും അത്തരം കാര്യങ്ങളെയും ഒക്കെ ഹനിച്ചു എന്നും അതിന് നഷ്ടപരിഹാരം വേണമെന്നും ഈ കള്ളസ്വാമിയെ ശിക്ഷിക്കണമെന്നും പറഞ്ഞാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. കോടതി അത് ഫയലിൽ സ്വീകരിച്ച് സ്വാമിക്കും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. സ്വാമിക്കിപ്പോൾ ഇതൊരു പുത്തരിയല്ല. സ്വാമി ഇതുപോലെയുള്ള ഒരുപാട് അഭ്യാസങ്ങൾ പലതരത്തിൽ കാണിച്ച് പരശതം കോടികൾ നേടിയ ഒരു മഹാനായ ദിവ്യമഞ്ജനാണ്.